മദ്രസ എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും വലിയ പ്രതിഫലമുള്ള ഒന്നാണ് മദ്രസ. എല്ലാത്തിൻ്റെയും അസാസ് ബേസ് നിൽക്കുന്നത് മദ്രസയാണ്. എല്ലാ നാടുകളിലും ഗ്രാമങ്ങളിലും ടൗണുകളിലുമൊക്കെ മദ്രസകൾ ഉയർന്നു വരണം. വലിയ ടൗണുകൾ, ധാരാളം ഹോസ്പിറ്റലുകളും കമ്പനികളുമൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ധാരാളം ജോലിക്കാരുണ്ട്. അവരുടെ മക്കളെ പഠിപ്പിക്കാൻ അവർക്കനുസരിച്ചുള്ള സുന്ദരമായ കെട്ടിടങ്ങളും ക്ലാസ് റൂമുകളും ഒക്കെയുള്ള ഉൾപ്പെടെയുള്ള മദ്രസകൾ നിലവിൽ വരണം. നമുക്ക് വിശ്രമിക്കാനായിട്ടില്ല. ഇനിയും നമ്മുടെ ദഅവത്തുകൾ മുന്നോട്ട് തന്നെ പോകണം. മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SMAയുടെയും SJMൻ്റെയും SSFൻ്റെയും SBS-ൻ്റെയും ഓരോ പ്രവർത്തകന്മാരും അവൻ മരിക്കുന്നത് വരെ പ്രവർത്തിക്കാൻ ഒരുപാട് വിശാലമായ വഴികളുണ്ട്. അതുകൊണ്ട് ഓരോ പ്രവർത്തകന്റെ മുമ്പിലും ആ ഒരു ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. നാം ഒരു മെമ്പർഷിപ്പ് വാങ്ങുമ്പോൾ കേവലം ഒരു കാർഡ് എന്ന് മാത്രം അതിനെ സങ്കല്പിക്കാൻ പാടില്ല. ആ കാർഡ് നമുക്ക് ലഭിക്കലോടുകൂടെ ഒരു ദാഴിയായി നാം മാറണം. നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രബോധകന്മാരാണ്, അയൽവാസികളോട് നാം പ്രബോധകന്മാരാണ്, കുടുംബത്തിനോട്, നാട്ടുകാരോട്, യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്നവരോട്, ഒരു ട്രെയിൻ യാത്രയിൽ നമ്മുടെ കൂടെയുള്ളവൻ, അവരോടൊക്കെ നാം ദഅവത്ത് ചെയ്യണം. ആ ദഅവത്തിന്റെ വലിയ ഒരു കേന്ദ്രമാണ് മദ്രസ. ആ മദ്രസകൾ ഇൻഷാ അല്ലാഹ് നിലവിൽ വരണം. അത് പുതിയ സംവിധാനങ്ങളോടുകൂടെ ആയിരിക്കണം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ ആശീർവാദത്തോടുകൂടെ, അവിടുത്തെ പ്രാർത്ഥനയോടുകൂടെ തുടക്കം കുറിച്ച 313 മദ്രസകളിൽ 202 മദ്രസകൾ പൂർത്തിയാകുമ്പോൾ 104 മദ്രസകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ AC സംവിധാനത്തോട് നിലവിൽ വരുമ്പോൾ ആ ക്ലാസ്സുകളിലുമൊക്കെ ധാരാളം കുട്ടികൾ പഠിക്കാൻ ഏറെയുണ്ട്. മദ്രസ ഒരു പയഞ്ചൻ സിസ്റ്റമാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ആളുകൾ മദ്രസയിൽ പോവണമെന്ന രൂപത്തിലേക്ക് എത്തിച്ചു. അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ വൃത്തിയുള്ളവരായിരിക്കണം, ക്ലാസ് റൂമുകൾ വൃത്തിയുള്ളവരായിരിക്കണം, അവരോട് സംസാരിക്കുന്നത് വൃത്തിയിലായിരിക്കണം. ഇത് പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസകൾ. ഒരിക്കലും ഭീകരത പഠിപ്പിക്കുന്ന ഒന്നല്ല മദ്രസ. സാഹോദര്യവും ഐക്യവും സ്നേഹവും, സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങൾ ഇതായിരിക്കണം നമ്മുടെ പാഠവം എന്ന് വളരെ ചെറിയ മനസ്സിൽ തന്നെ ആ ഒരു ആശയം മനസ്സിലാക്കി കൊടുക്കുന്ന കേന്ദ്രമാണ് മദ്രസ എന്ന് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ആ മദ്രസകൾക്ക് വേണ്ടി പള്ളികളിൽ പ്രാക്ടിക്കൽ നടക്കുന്നു.
മദ്രസകളിൽ തിയറി പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് അവറുകൾ 85 വയസ്സ് പൂർത്തിയാകുമ്പോൾ ആ വയസ്സിൻ്റെ ഇടയിൽ 57 കൊല്ലത്തോളം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ബുഖാരി ദർസ് നടത്തിയിട്ടുണ്ട്. ബുഖാരി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ബുഖാരി. ആ ബുഖാരി 57 കൊല്ലം ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉസ്താദ് അവറുകൾ ദർസ് നടത്തി. ആ ദർസ് നടത്താൻ ആയിരക്കണക്കിന് അതിലൂടെ മദ്രസകൾ ആസാമിലും ബംഗാളിലും ഇസ്ലാമിക് ബോർഡ് ഓഫ് ഇന്ത്യ ഇതിന്റെ കീഴിലായി നിർമ്മിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് മദ്രസകൾ ഉണ്ടാക്കി, 5000-ഓളം വരുന്ന പള്ളികൾ ഉണ്ടാക്കി, നൂറുകണക്കിന് വീടുകൾ ഉണ്ടാക്കി. ഇത് മുഴുവനും സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ ആളുകളോട്, അറബികളോട്, അനർബികളോട് വയല് പറഞ്ഞ് അവരിൽ നിന്നും സഹായിച്ച തുകകളെ കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവനും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിനു വേണ്ടി അലിഫ് പഠിച്ചത് എവിടുന്ന? പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതാൻ, ഒരു ഹദീസ് വായിക്കാൻ അവിടുന്ന് അലിഫ് പഠിച്ചത് എവിടുന്ന? മദ്രസയിൽ നിന്ന്. മദ്രസയിൽ നിന്ന് പഠിച്ച ആ അലിഫ് കൊണ്ടാണ് ഉസ്താദിന്റെ ദഅവത്തുകൾ മുഴുവനും നടക്കുന്നത്. ഞാൻ ഒരു സമയം ഉസ്താദിനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് പഠിച്ച മദ്രസയുടെ പേരെന്താണ്? ആ മദ്രസയിൽ എത്ര ഉസ്താദുമാരുണ്ടായിരുന്നു? ഉസ്താദ് പറഞ്ഞു, ഒരൊറ്റ ഉസ്താദ്, മൊല്ലാഖ് ഉസ്താദ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ ഒരു ഉസ്താദ് ഞായറാഴ്ച ദിവസം ഓത്തുപള്ളി സിസ്റ്റമാണ്. അന്ന് ഞായറാഴ്ച മാത്രമാണ് കാര്യമായ ഓത്തുണ്ടാകുക. ഫുൾ ഓത്താന്ന്. ദീനിയാത്തും അമലിയാത്തും അഖ്ലാഖും ഒക്കെ ഒരു പുസ്തകത്തിൽ തന്നെ. അങ്ങനെ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു ഓത്തുപള്ളി. ഒരു പ്രത്യേകമായ മണലിലിരുന്ന്, തിണ്ടയിൽ ഇരുന്ന് കൊണ്ട് ഓതിപ്പടിക്കുക. അങ്ങനെയായിരുന്നു പഴയ കാലത്ത്. നിസ്കാര പള്ളിക്ക് മുമ്പുണ്ടാക്കിയിരുന്ന ഒന്നായിരുന്ന തട്ടിയ എന്ന് പറഞ്ഞ സാധനം. തട്ടിയേക്കൽ എന്ന് പറയും. തട്ടിയ എന്ന് പറഞ്ഞാൽ 4 പലകെട്ട് 4 തൂണുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പലകെട്ടിട്ട് ചുറ്റുഭാഗം ഇങ്ങനെ പട്ടി കൊണ്ട് അടിച്ചുണ്ടാക്കിയ ഒരു സ്ഥലം. അതിനാണ് തട്ടിയ എന്ന് വിളിച്ചില്ല. നിങ്ങളവിടെ എന്തെങ്കിലും വേറൊരു പേരുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സ്രാമ്പ്യ വന്നത്. സ്രാമ്പ്യ എന്നാണ് വിളിച്ചു പോകുന്നത്. അത് കഴിഞ്ഞതിന് നിസ്കാര പള്ളിയായി. പിന്നെ വലിയ ജുമാഅത്ത് പള്ളി, അത്ര പോകുന്ന നിസ്കാര പള്ളികളൊക്കെ ആയി മാറി. അത് തന്നെ AC വെച്ചു, സുന്ദരമായ രൂപത്തിലായി. ദഅവത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ AC ഉണ്ടെങ്കിൽ ആളുകൾക്ക് നിസ്കരിക്കാൻ നല്ല റാഹത്താണ്. തറാവിയൊക്കെ നിസ്കരിക്കാൻ AC ഉണ്ടെങ്കിൽ 45 റക്അത്തായാലും പരാതിയൊന്നും ഉണ്ടാവില്ല. ചിലവര് 8 പോകുന്നുണ്ട്, ചിലവര് 12 പോകുന്നുണ്ട്. ഓലെ പറഞ്ഞിട്ട് കാര്യം, ചൂട് കൂടി എല്ലാവരും പോകും. അതുകൊണ്ട് ഓല് അതിനെതിരാന്നുള്ള അഭിപ്രായമൊന്നുമില്ല, എനിക്കില്ല. കാരണം മക്കത്തും മദീനത്തൊക്കെ ഓലൊക്കെ എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. കാരണം നല്ല തണുപ്പ, സെൻട്രൽ AC ആണ്. കംപ്രസറിന്റെ ഒച്ച കൂടി കേൾക്കൂല. സുഖമായിട്ട് നിൽക്കാം. ഇവിടെ പിന്നെ AC വെച്ചാലും വാതിൽ തുറന്ന ആ ഒച്ച കേട്ടാ വിചാരിച്ച് സുഖം കിട്ടൂല. മക്കത്തും മദീനത്തും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അതൊരു ദഅവത്തിന്റെ സിസ്റ്റമായി മാറി. ഇന്ന് അങ്ങനത്തെ മദ്രസകൾ നിലവിൽ വരണം. പഴയമാതിരി ഒരു ടെസ്റ്ററും ഒരു പൊട്ടിയ ചോക്കും ഒരു 3 കാലുള്ള ബോർഡാ ഉണ്ടാവുക തുടങ്ങുമ്പോൾ. പിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഒരു കാലുണ്ടാവില്ല. എപ്പോഴും മൂലം വരെ മൂപ്പർ നിർത്തുള്ളൂ. ഇന്ന് അതൊന്നും പറ്റൂല. ഇന്ന് ഡിജിറ്റൽ ബോർഡുകൾ വന്നു. ഇംഗ്ലീഷ് മീഡിയങ്ങളും ഭൗതിക കലാലയങ്ങളും മുഴുവനും ഉയർന്നു വരുമ്പോൾ മദ്രസകൾ ഒന്നുകൊണ്ട് മോശമാകാൻ പാടില്ല. ഒരു ഷെഡിലേക്ക് മക്കളെ നമ്മൾ കല്യാണത്തിന് പറഞ്ഞേക്കോ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ മോക്ക് നല്ലൊരു പുയ്യാപ്പള വേണം, 5 വക്ത് നിസ്കരിച്ച നല്ല മനുഷ്യനാണ്. അപ്പൊ അയാളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ
കാസർഗോഡ് പോയപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടെത്തി. അവിടെ വണ്ടിയിലുണ്ടായിനി ഒരാൾ. അയാൾക്കൊരു പെണ്ണു വേണമെന്ന് പറഞ്ഞു സങ്കല്പിച്ചോ. ഇന്നത്തെ വണ്ടി കയറിയല്ല കേട്ടോ, ഞാൻ ഓലമത്ത് പോകണ്ട. അങ്ങനെ നല്ലൊരു പെണ്ണ് വേണം. ആ പെണ്ണിന് ഒരു പുയ്യാപ്പള, നല്ല പുയ്യാപ്പള കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പുയ്യാപ്പളിനെ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു 5 വക്ത് നിസ്കാരം നിസ്കരിക്കും, 11 റക്അത്ത് വിത്ർ നിസ്കരിക്കും, തഹജ്ജുദ് ഇടക്കൊക്കെ നിസ്കരിക്കും, ളുഹയും ഇടക്കൊക്കെ നിസ്കരിക്കും. അങ്ങനത്തെ ഒരു പുയ്യാപ്പള ഉണ്ട്, ഇത് പറ്റും. ഞാൻ അങ്ങനെ തന്നെ തരണം ഉസ്താദേ. പിന്നെ പറഞ്ഞു ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ ആലോചിച്ചിട്ട് പറയാൻ. അപ്പോൾ എവിടേക്ക് സുന്നത്ത് നിസ്കാരം പോയി. അപ്പൊ ആളുകൾക്ക് എത്രയാണെങ്കിലും നല്ല ഒരു വീട് വേണം. ഒരു ചെറിയ ഒരു വീട്, വലിയ വീടൊന്നും വേണ്ട. കാസർഗോട്ട് ഒരു വലിയ വീടുണ്ടാക്കും, എന്നിട്ട് എല്ലായിടത്തും ദ്വാരക്കാൻ പറയും കടം വീണാം. എന്നോട് കുറേ ആളുകൾ അങ്ങനത്തെ പറയല്. അങ്ങനത്തെ വീടൊന്നും വേണ്ട, ചെറിയ വീട് മതി, ഉള്ള നല്ല സമാധാനത്തിൽ ജീവിക്കാം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സമാധാനം തീരല്ലാത്ത ആളുകളാണ്. ഒരു കുറേ കടങ്ങൾ ടെൻഷനായിട്ട് എന്നും കടമാണ്. നമ്മളെ പരിചയത്തിൽ ഒരു അറബിയുണ്ട്. ആ അറബിന്റെ സിസ്റ്റം നല്ല സിസ്റ്റമാണ്. ആ അറബി പറയും, എന്നോട് പറയാ ഷിഹാബുദ്ദീൻ വാഹിദ് യൗം മിഅത്ത് റിയാൽ ഹസ്സൽ അന മുർതാഹ് എന്ന് പറയുമ്പോൾ ഇടക്കിടക്ക് ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, ഒരു ദിവസം 100 റിയാൽ കിട്ടിയാൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണെന്ന് അവൻ പറയുന്നത്. അപ്പം എന്താ കാരണം? ഓന്റെ സന്തോഷത്തിന്റെ രൂപം എന്താ? രാവിലെ ഓനും ഓന്റെ ഭാര്യയും നല്ല ബ്രോസ്റ്റ് കഴിച്ച്, അൽബൈക്ക്. അന്ന് 10 റിയാലാ, ഇപ്പൊ 14 കഴിക്കണം. ഉംറക്കൊക്കെ പോയാൽ തവാഫ് കഴിഞ്ഞ് തഹല്ലുൽ കഴിഞ്ഞാൽ പിന്നെ അൽബൈക്കൊന്ന് തിന്നണം, എന്നെങ്കിലേ ഉംറ സഹിയാവുള്ളൂ. രണ്ടാമത്തെ തഹല്ലുലാണ്. ബാപ്പാര് മക്കളെ കൊണ്ടുപോയാൽ, ഉംറക്കും കൊണ്ടുപോയാൽ തവാഫ് സഹിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഉമ്മ ഒരു ബ്രോസ്റ്റ് തിന്ന. നിങ്ങൾ വന്നാൽ അതെന്താ മോനെ ഇങ്ങോട്ട് വരിമ്മ, അത് അൽബൈക്ക് തിന്നാണ്. ഉമ്മാക്കാണെങ്കിൽ അതിൽ വലിച്ചെറിയാൻ പോണ പാത്രമൊന്നും വലിച്ചെറിയാൻ ഇഷ്ടമല്ല, പെരി കൊണ്ടാക്കാനുള്ള പ്ലാനല്ല. നമ്മളമ്മമാരൊക്കെ അങ്ങനെയാണ്, ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ എങ്ങനെയാണ് അത് വലിച്ചെറിയാം. അങ്ങനെ അവൻ പറയാ, ഒരു ദിവസം 100 റിയാൽ കിട്ടിയാൽ ഞാൻ സന്തോഷവാനാണ്. രാവിലെ ഞാനും എൻ്റെ ഭാര്യയും ബ്രോസ്റ്റ് തിന്നു, ഉച്ചക്ക് ഞാനും എൻ്റെ ഭാര്യയും വീണ്ടും ബ്രോസ്റ്റ് തിന്നു, അപ്പത്രയായി 40 റിയാൽ. രാത്രി വീണ്ടും നിന്ന് അപ്പത്രയായി 60. പിന്നെ രണ്ടാളും ഓരോ പെപ്സിയും കുടിച്ചു. അങ്ങനെ രാവിലെയും ഉച്ചക്കും രാത്രിയും കൂടി 6 റിയാൽ, ഓരോ റിയാൽ അന്ന്. അപ്പൊ എത്രയായി? 66. പിന്നെ അവൻ പറയാൻ, കമാൻ അബ്ബൈതു ഹഖ് ജവാൽ 10 റിയാൽ, ഹഖ് മദാം 10 റിയാൽ. അബ്ബൈത്ത് എന്ന റീചാർജ് ചെയ്യാന്നർത്ഥം. അബ്ബൈതു ഹഖ് ജവാൽ, ജവാൽ എന്ന് പറഞ്ഞ മൊബൈൽ. എൻ്റെ മൊബൈലിൽ 10 റിയാൽ റീചാർജ് ചെയ്തു. ഇന്നിപ്പോ ബ്രോസ്റ്റ് തിന്നണമായതിനെ റീചാർജും അത് ഇല്ലെങ്കിൽ ഒരു ഇടങ്ങാറാ. രാവിലെ എണീക്കുമ്പെങ്ങാനും നമുക്ക് നെറ്റ് കഴിഞ്ഞെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മുട്ടടാനായ കോയിൻ്റെ മാതിരിണ്ടാവും. ആകെ വച്ചിമ്പിളിൽ നിന്ന് അയാട്ടുണ്ടാക്കി ഒരു സുഖം തരൂല. ആ കോയിനെ പിടിച്ച് കണ്ട് കൂട്ടിലിട്ടാണ് അത് മുട്ടയിടോളം ഞാൻ ഒരു സുഖം കിട്ടൂല. എന്ന മാതിരി കാണാം മനുഷ്യന്മാരിങ്ങനെ, പെണ്ണുങ്ങളിങ്ങനെ പുതിയാപ്പണ്ടിങ്ങനെ റൗണ്ട് അടിച്ച, ഭാര്യ എങ്ങോട്ട് റൗണ്ട് അടിച്ച, എന്ത് ഒന്നുമില്ല, നെറ്റ് കഴിഞ്ഞതാ. അപ്പൊ നെറ്റില്ലാതെ നമുക്ക് നിൽക്കാക്കാൻ പറ്റൂല. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അതുകൊണ്ട് അവൻ പറയാൻ, കമാൻ അബ്ബൈതു ഹഖ് ജവാൽ 10 റിയാൽ, ഹഖ് മദാം 10 റിയാൽ. ഞാൻ എൻ്റെ ഭാര്യയുടെ മൊബൈലിൽ 10 റിയാൽ റീചാർജ് ചെയ്തു, എൻ്റെ മൊബൈലിലും 10 റിയാൽ റീചാർജ് ചെയ്തു. അപ്പൊ എത്രയായി? 66 10 76 10 86. കമാൻ അദ്ദൈതു ഫീ സബീൽ 10 റിയാൽ, 10 റിയാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ധർമ്മവും ചെയ്തു. കണ്ടോ? നല്ല ഭക്ഷണം കഴിച്ചു, മൊബൈലിൽ റീചാർജ് ചെയ്തു,
യൂട്യൂബും ഫേസ്ബുക്കും ഒന്ന് നോക്കി, വാട്സപ്പൊക്കെ ഒന്ന് നോക്കി. ഇന്ന് മനുഷ്യന്മാർക്ക് വാട്സപ്പ് നോക്കാം. റൂഹ് പോകാൻ നേരത്താണെങ്കിലും അവസാനത്തെ ഒരു ഫോർവേഡ് കൂടി ചെയ്യാണ്ട് പഠിച്ചോനെ ക്യാപ്പ് കിട്ടണേ പറഞ്ഞാൽ മതി. ഇപ്പോൾ റൂഹ് പോണ മാത്രമേ ഫോർവേഡ് വരാത്തുള്ളൂ, ബാക്കിയൊക്കെ ആയിക്കണം. അതും ബാപ്പ അങ്ങനെ മരിച്ചാൽ നോക്കും, ബാപ്പ ഏതായാലും പോയി. ഇതെങ്ങാനും കിട്ടിയാൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരമാകും. റൂഹ് പോണ രംഗം അത് കിട്ടിയിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവൻ പറയുന്നു, 10 റിയാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ധർമ്മവും ചെയ്തു. അപ്പോൾ എത്രയായി? 96 റിയാലായി. കമാൻ 40 റിയാൽ ബാക്കി. അൽഹംദുലില്ലാ അന മുർതാഹ്. ഇപ്പൊ നമുക്കൊക്കെ ഒരു സമാധാനം കിട്ടിയില്ല, എല്ലാവരും മുതലാളിമാരായിപ്പോ. നമ്മളെപ്പോഴും മക്കളെ കാര്യങ്ങളും പേരക്കുട്ടികളെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല, നല്ല റാഹത്ത് നിൽക്കണം, എപ്പോഴും ഹാപ്പിയാണ്. നമ്മളെ ടെൻഷൻ എപ്പോഴാണ്? ഇന്നൊരു കുട്ടീനെ കൊടുത്തിട്ടുണ്ട്, ചൊവ്വാഴ്ച വീട്ടിൽ ഞാനൊരു ചികിത്സക്ക് ഇരിക്കും. അപ്പൊ ഉമ്മാന്റെ പരാതി ഒരു കാര്യം കൂടി പറയണ്ടായിരുന്നു, കുറെ പറഞ്ഞിട്ട്. അതെന്താ? ഇന്റെ ഈ പേരക്കുട്ടി തീരെ ഭക്ഷണം കഴിക്കുന്നതാണ്, തങ്ങൾ പാപ്പ എന്തെങ്കിലും ചെയ്തു തരണമെന്നാണ്. ഞാൻ പറഞ്ഞു 2 ദിവസം തീരെ തിന്നാൻ കൊടുക്കാതെ നോക്കാണ്. ഇതിനാണ് ഇപ്പൊ ഈ വല്യമ്മ ടെൻഷനാകണത്. ഞാൻ പറഞ്ഞു 2 ദിവസം ഒന്നും തിന്നാൻ കൊടുക്കണം, എന്നിട്ട് തിന്നു നോക്കുക. ഞാൻ നിങ്ങളൊക്കെ നമുക്കൊക്കെ ആർക്കെങ്കിലും ദശമൂരാരിഷ്ടം ബാലാഷ്ടം കൂട്ടി തിന്നിട്ട് നമ്മളൊക്കെ തിന്നീന് സാധനം വേണ്ട കാലത്ത്. ഇന്ന് ഇഷ്ടം പോലെ തിന്നാനാ, അതുകൊണ്ട് തിന്നാനും കുട്ടികൾക്ക് വേണ്ട. ഇന്നോൾക്ക് രാവിലെ തന്നെ അൽഫാം കിട്ടണം. നമ്മളൊക്കെ അളിയൊക്കെ വിരുന്ന് വന്നാൽ ഏതെങ്കിലും റോട്ടിൽ കൂടെ നടക്കുന്ന കോയിനെ ഓടി പൊടിച്ചിട്ടൊക്കെ അപ്പത്തിന് കോഴി അവിടെ എത്തിയിട്ടുണ്ടാവും. ഈ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ വല്യമ്മ ടെൻഷനാകുകയാണ്. എന്തിന്? പേരക്കുട്ടിൻ്റെ ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ മേൽ. ഇതിനൊന്നും ടെൻഷനാകേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ടെൻഷനാകണ്ട, ആ കുട്ടിക്ക് നല്ല വിശപ്പുണ്ടാകുമ്പോൾ തിന്നോളൂ. നിങ്ങളത് തിന്നാത്തിൻ്റെ മേലിൽ കോയിമുട്ടിയും തകടൊന്നും എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. പള്ളിക്ക് വേണ്ട, ആവശ്യം വേണ്ടേ? ഇത്രയുള്ളൊരു മനുഷ്യന്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ, അറബികൾ അങ്ങനെയല്ല. നോക്കൂ, നിങ്ങൾ 100 റിയാൽ കിട്ടിയപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. സുബ്ഹാനല്ലാഹ്, നന്നായി സുന്ദരമായ രൂപത്തിൽ ഭക്ഷണം കഴിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സന്തോഷത്തോടെ ഇൻഷാ അല്ലാഹ് രാവിലെ എണീറ്റാൽ 4 റിയാൽ വീണ്ടും ബാക്കിയുണ്ട്. ആ 4 റിയാൽ കൊണ്ട് നല്ല ഫൂലും തമ്മീസും വാങ്ങാം. ഫൂല് പറഞ്ഞ സാധനമുണ്ട്, മക്കത്ത് കുമ്പ്ര പോലെ ഒരു കുടുക്ക കാണാൻ, അതിലിങ്ങനെ വെള്ളം പാർന്ന് അളക്കും തോറും ഇങ്ങനെ കൂടി വരും. അങ്ങനത്തെ ഒരു കടലയാണ്. അത് ഒരു റിയാൽ കൊടുത്താൽ ഇഷ്ടം പോലെ റൊട്ടി കിട്ടും. അന്ന് ഇപ്പൊ 2 റിയാൽ കൊടുക്കണം. അപ്പൊ അതിനും കൂടി ഉണ്ട് എന്നാ പറഞ്ഞത്. ഇത്രയേ ഉള്ളൊരു സമ്മതം, എല്ലാം റാഹത്തായി. അപ്പൊ നമുക്ക് ധർമ്മം ചെയ്യാൻ നമ്മളെ കയ്യിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. മദ്രസക്ക് കൊടുക്കാനുണ്ടാവും, പള്ളിക്ക് കൊടുക്കാനൊക്കെ ഉണ്ടാവും. ഇത് അള്ളാഹുവിന്റെ വലിയ ഒരു തൗഫീഖ് ലഭിക്കുമ്പോൾ മാത്രം കഴിയുന്ന കാര്യമാണ്. എപ്പോഴും നമ്മൾ ദ്വാരക്കേണ്ട കാര്യം തൗഫീഖിനാണ്. തൗഫീഖിന് എപ്പോഴും ദ്വാരക്കണം. പരിശുദ്ധമായ ഖുർആനിൽ 2 സ്ഥലത്ത് മാത്രമാണ് തൗഫീഖിനെ പറ്റി പറഞ്ഞത്. അതിൽ ഈ അർത്ഥത്തിലുള്ള തൗഫീഖ് ഏക സ്ഥലത്തേ ഉള്ളൂ. എപ്പോഴും ദ്വാരക്കണം. പൊരണ്ടാക്കാൻ തൗഫീഖ്, ഉണ്ടാക്കിയ പൊരയിൽ താമസിക്കാൻ തൗഫീഖ് വേണം, അല്ലേ? പൊരണ്ടായിട്ട് എന്താ കാര്യം? താമസിക്കാൻ തൗഫീഖ് വേണ്ടേ? LED ബൾബൊക്കെ കുറേ കത്തിയാലും കട ഉണ്ടെങ്കിൽ കൽബിൽ വേറെ ഒന്നും ഇങ്ങനെ കത്തും. LED ഒന്നും കത്തൂല. കാണുന്നവർക്ക് നല്ല നല്ല മട്ടേക്കാരം. ഞമ്മക്കിങ്ങനെ അടച്ചോനായ റബ്ബേ സ്പോൺസർ ഒന്ന് ഭയങ്കര വിലങ്ങില്ല, ഈ LED ബൾബൊക്കെ കടത്തിലാണല്ലോ. അപ്പോൾ 35 മക്കളത്തിൽ 2 കത്തി വെച്ചാൽ മതിയിന്. എന്നിട്ട് അതിന് പറയും ഉസ്താദ് നിങ്ങൾ ദ്വാരക്കൊണ്ട് കിട്ടോ, അതിന് വരക്കണ പണിയല്ലോ അവിടെ. അപ്പൊ ടെൻഷൻ ആരും വേണ്ട, നല്ല റാഹത്തിൽ നിൽക്കുക. നാളെ മുതലൊക്കെ ഫ്രീ ആണ്. ഭാര്യയോട് നല്ല നിലയിൽ നിൽക്കുക, ഭാര്യ ഭർത്താവിനോട് നല്ല നിലയിൽ നിൽക്കുക, മക്കളോട് നല്ല നിലയിൽ നിൽക്കുക. മക്കളെ കുരുത്തക്കേട് വാപ്പാർക്കും തട്ടും, രണ്ടുമുണ്ട്. ബാപ്പന്റെ കുരുത്തക്കേട് മക്കൾക്കും തട്ടും, മക്കളെ കുരുത്തക്കേട് ചിലപ്പോൾ വാപ്പാക്കും തട്ടും. മുതഅല്ലിമീങ്ങളെ കുരുത്തക്കേട് ചിലപ്പോൾ ഉസ്താദിന് തട്ടും, ഉസ്താദിന്റെ കുരുത്തക്കേട്
മക്കൾക്കൊക്കെ മുത്താലിബ് ഇങ്ങോട്ടും കേട്ടോ മര്യാദയ്ക്ക് എല്ലാവരും നിന്നോളെ. ഇത് കുരുത്തക്കേട് വൺ സൈഡാണ്. ഇത് കുരുത്തക്കണ്ട അല്ലേ? ചിലര് കുരുത്തക്കേടൊക്കെ വൺ സൈഡാണ്. മക്കളോട് നല്ല നിലയിൽ നിൽക്കണം. എപ്പോഴും പരാതിപ്പെടരുത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തീരെ ആർക്കും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. എന്നെ പറ്റി നിങ്ങൾ വളരെ മോശമാണെന്ന് പറഞ്ഞാൽ എനിക്കും അയാളോട് ദേഷ്യമാണ്. ഈ കാരണം നിങ്ങൾ ഭയങ്കര ഉഷാറാറിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാളോട് അയാൾക്കൊരു ചായ വാങ്ങിക്കൊടുക്കും. അപ്പം എല്ലാവർക്കും അതേ കേൾക്കേണ്ടതുള്ളൂ. നിങ്ങളെപ്പറ്റി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പം മക്കളോട് പറയാം നല്ല ഉഷാറാണ്. ഇത് ചിലയിടത്ത് എന്നാൽ ഭക്ഷണം കഴിക്കാൻ പോയ ഉസ്താദ് ഇപ്പം ഒരു നമുക്ക് തീരെ പഠിക്കൂല, മാന ബലാല ഇപ്പം മന്ത്രി ചോദി കാണി. അതോടുകൂടെ ആ കുട്ടി പറ്റ മോശമായി. നേരെ മറിച്ച് നമ്മളെ മുമ്പിലെത്തുമ്പോൾ ആ കുട്ടിനെ പറ്റി പറയാം, ഇവണ്ടല്ലോ എൻ്റെ മൂന്നാമത്തെ മകനാ, ഇപ്പം ഭയങ്കര ഉഷാറ ഉസ്താദെ, ഇവൻ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഓ 3 A+ വാങ്ങിക്കണം മുമ്പേ. ഇനി ബാക്കി ഫുള്ള് അടുത്തിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ്. നിങ്ങളൊന്ന് വരക്കണം. എനിക്കിപ്പോൾ ഓന് 3 വാങ്ങിയിട്ടുള്ളൂ എന്നല്ല തിരിയേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ ഓനെ മോശമാക്കിയില്ല. ഓൻ നല്ല റാഹത്തെ വാപ്പ എന്നെ മോശമാക്കിയില്ല. അത് മക്കളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. മദ്രസയിൽ ചിലപ്പോൾ ചില തമാശ പറഞ്ഞാൽ മതി, കുട്ടികൾക്ക് പിന്നെ മദ്രസയിൽ പോകില്ല. ഇന്നെൻ്റെ അടുത്തൊരു കേസ് വന്നിരുന്നു. എന്തോ ഒരു ഉസ്താദ് തമാശ പറഞ്ഞ എനിക്ക് മടിയാണ് പോകില്ല. ഞാൻ ആ നമ്പർ വാങ്ങിയിട്ട് സദുർസ്ഥാനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ മദ്രസയിൽ പെട്ടൊരു കുട്ടിയെ ചികിത്സ കൊടുന്നി, അതുകൊണ്ട് നാളെ സ്റ്റാഫ് മീറ്റിങ്ങിൽ നിങ്ങൾ ഇങ്ങനെ പറയണം. അപ്പൊ മദ്രസകൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഉയർന്നു വരണം, നല്ല ഉഷാറാവണം. അത് നിങ്ങളൊക്കെ സഹായിക്കണം. വലിയ പണക്കാരായിട്ട് നമ്മളൊന്നും കൊടുക്കൂല. വലിയ പണക്കാരായിട്ടോ വല്ല സമാധാനമുണ്ടോ? അതുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതിനൊക്കെ അള്ളാഹുവിന്റെ വലിയ ഒരു തൗഫീഖ് ലഭിക്കുമ്പോഴേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നല്ല വീട് വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിൽ 5 വക്ത് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കാത്ത ഒരാളുകളാണെങ്കിൽ പൊര കുറ്റിയടിക്കാൻ വന്നത് ഒരു തങ്ങളാണ്, കട്ടില വെക്കാൻ 3 തങ്ങളെ വന്നത്, കുടിരിക്കൽ നിന്ന് 13 തങ്ങന്മാർ വന്നെയാണ്. എന്നിട്ടോ ഒറ്റ കച്ചവടം നടക്കണമില്ല. ഉസ്താദ് എന്താണാവോ, കുറ്റിയടിച്ചതും പൊരേ കൂടിയതും ഒക്കെ തങ്ങന്മാർ തന്നെയാണ്, പക്ഷെ ഒറ്റ കച്ചവടം നടക്കണില്ല. അതുകൊണ്ട് ഞാൻ നാളെ ഒരു ചങ്ങാനത്ത് പോയി നോക്കി. അപ്പം എൻ്റെ പൊരൻ്റെ അളവിന് വലിയ പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞാൽ. ഈ പൊരക്ക് അളവുണ്ട് 3 ഉത്തമം, മധ്യമം, അധമം, അങ്ങനെ 3 അത്രേ പറഞ്ഞു തരുള്ളൂ. ബാക്കി പറഞ്ഞ പൈസ വേറെ തരണം. നിങ്ങളിങ്ങനെ ഉസാറിൽ കുത്തിരിക്കുക. അങ്ങനെ പായസം ഒന്നുമില്ല. എനിക്ക് പായസം ഉണ്ടോ? ചോറുള്ളൂ, പായസം ഒന്നുമില്ല അല്ലേ? ഉണ്ടാവില്ല. അതെ, ഷുഗർ ഉണ്ട്, എല്ലാവർക്കും ഷുഗറാ. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിയാ, എല്ലാവർക്കും ഷുഗറാ. ആരും പഞ്ചസാര ഇടേണ്ട വീട്ടിലിനി പഞ്ചസാര ഇടാതെ കഴിക്കാൻ തുടങ്ങിയേക്കും. അപ്പം നല്ല ഉഷാറുണ്ടാവും, തടിയൊക്കെ കൂടും. ഷുഗർ കൊണ്ടൊന്നല്ലേ, നല്ല തടിയൊക്കെ കൂടും. അങ്ങനെ ഇവന് വലിയ സംശയം, ഓൻ്റെ പുരക്ക് ഒരു കച്ചവടം നടക്കാത്തത് എന്തോ പ്രശ്നമുണ്ട്. കുറ്റടിച്ചാലുള്ള തങ്ങന്മാരെ കമ്മിയോണ്ടൊന്നുമല്ല. അവന് പിന്നെ നമുക്ക് 4 മൂലമുള്ള തങ്കന്മാരെ നിർത്തേണ്ടിനോ, ഇടക്ക് പള്ളം കൊടുസ്ഥാനും നിർത്തേണ്ടി വരുന്നൊരു സംശയം. അങ്ങനെ ഇവങ്ങനെ അതിനിങ്ങനെ വണ്ടി എടുക്കുക. അപ്പളാ ഒരു ചങ്ങായിലെത്തി തന്നത്. ഓനോട് എന്നിട്ട് പറഞ്ഞ് പിന്നെ അപ്പം എൻ്റെ പുര ഒന്ന് അളന്ന് നോക്കണം. സുബ്ഹാനല്ലാഹ്. അളന്ന് നോക്കുമ്പോൾ ഓനിപ്പം നിലവിൽ 5 ലക്ഷം റുപ്യ കടമുള്ളൂ. അങ്ങനെ അളന്ന് നോക്കുമ്പോൾ ഇത് അധമത്തിലാണ് കിടക്കണേ. അതിൽ ഈ നോക്കിയ ഫുലാൻ പറഞ്ഞ് ഒന്നിരിക്കൽ ഉത്തമത്തേക്ക് മധ്യമത്തേക്ക് കൊണ്ടുവരണം അളവ്, എന്നെങ്കിലേ എൻ്റെ പുരക്ക് കച്ചവടം നടക്കുള്ളൂ. കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അതുകൊണ്ട് അളവ് ഒന്ന് ഉഷാറാക്കി അളന്നോണം. അപ്പോൾ അളന്ന് നോക്കുമ്പോൾ കുറച്ച് ഭാഗം ഒന്നിരിക്കൽ പൊടിക്കണം, അല്ലെങ്കിൽ കൂട്ടണം. അപ്പോൾ എങ്ങനെ കൂട്ടിയാലും 8 ലക്ഷം റുപ്യ ചിലവാ. 5 ലക്ഷത്തിന് 8 ലക്ഷത്തിന് പൊളി പൊളിച്ചണം. LED ബൾബ് തോനെ വെച്ചുകൊടുത്താൽ പൊളിച്ചാൻ പറഞ്ഞു ഈ ചങ്ങായി. അപ്പോൾ പിന്നെ ഒരു ഇടങ്ങേറ് ഉണ്ടല്ലോ. അങ്ങനെയാണ് നമ്മളവിടെ പരിപാടിക്ക് പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഉസ്താദ് ഞങ്ങൾ വെറും ഭക്ഷണം തരാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതല്ല, പിന്നെന്താ 4 തരാനുള്ള പരിപാടി ഉണ്ടോ? കാരണം ഇതൊക്കെ ഇങ്ങോട്ട് പോകണം. ഇവിടെ ഞാൻ നേരത്തെ വന്നത് കൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ വന്നേ. പിന്നെ ഭക്ഷണം കഴിക്കാൻ മദനി ഉസ്താദിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ
പരിചയ കമ്മിയൊന്നുമില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇവൻ പറഞ്ഞ്, ഉസ്താദേ എൻ്റെ പുരക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, ഒരു ഭാഗം മൊത്തം പൊളിച്ചു മാറ്റണം എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം പറഞ്ഞാണ്. ഞാൻ അങ്ങനെ മനസ്സിൽ കണ്ട് നല്ല ആളെ പറ്റി കണ്ടെത്തിയെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ ഓനോട് ചോദിച്ച്, ഞാൻ ചോദിക്കണതിന് ശരിക്ക് ജവാബ് പറയണം. ഊരവേദനക്ക് തലവേദന പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, ഒക്കെ വേദന തന്നെയല്ലേ. കാലുവേദനക്ക് ഊരവേദന പറ്റി കാലുവേദന, ഊരക്ക് വല്ല സൂചിയും വെക്കുകയാണെങ്കിൽ കാലിനായ വല്ലത്ര കുഴപ്പമില്ല, എന്നിട്ട് വേദനയൊക്കെ കണക്ക് തന്നെയല്ലേ എഴുതിയിട്ട് വേദന ഒന്നാണ് പറഞ്ഞു കൊടുത്തത്. അത് പറ്റൂലല്ലോ, അതുകൊണ്ട് സത്യം പറയണം. അപ്പോൾ ഓൻ പറഞ്ഞു ശരി. ഞാൻ പറയും ഉസ്താദേ, ഞാൻ ഓനോട് ചോദിച്ചു, ഈ ഇന്ന് സുബഹി നിസ്കരിച്ചിക്കണോ? അപ്പോൾ ഓൻ പറഞ്ഞു ഇന്ന് നിസ്കരിച്ചിട്ടില്ല ഉസ്താദേ. ഇന്നലെ നിസ്കരിച്ചിക്കണോ ചോദിച്ചു. ഇന്നലെ നിസ്കരിച്ചില്ല. മിനിഞ്ഞാന്ന് നിസ്കരിച്ചിക്കണോ? മിനിഞ്ഞാന്ന് നിസ്കരിച്ചില്ല. പിന്നെ എന്നേലും നിസ്കരിച്ചു ചോദിച്ചു. പൊരേ കൂടലിന് എന്ന് നിസ്കരിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അളവൊന്ന് അളക്കണല്ലോടാ. അന്നൊന്നും ഒന്നിരിക്ക മധ്യമത്തിക്കോ ഉത്തമത്തിക്കോ കൊണ്ടുവരണല്ലോ. ഇജിപ്പോൾ കിടക്കണ മൊത്തം അധമത്തിലാണ്. അപ്പം ഞാൻ അന്നൊന്ന് അളവ് എടുക്കണമെങ്കിൽ ഒന്നിരിക്ക കാലിൻ്റെ അവിടുന്ന് അങ്ങോട്ട് മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ തലൻ്റെ അവിടുന്ന് അങ്ങോട്ട് മുറിച്ചണം. എവിടെയാ അപ്പം മുറിച്ചാന്ന് ചോദിച്ചു. ശരിയല്ലോ ഉസ്താദേ. അപ്പം ഞാൻ പറഞ്ഞു അവനോട്, ഇജ്ജ് ഒരു 3 മാസം നിസ്കരിക്കുക, എന്നിട്ട് പിന്നെ ഒറ്റ കച്ചവടം നടത്തില്ല, തീരെ നിസ്കരിച്ചണ്ടെന്നാക്കാൻ നമുക്ക്. പിന്നെ ഓൻ വിളിച്ചിട്ടില്ല. അപ്പോൾ നല്ല കച്ചവടം നടന്നിട്ടുണ്ടാവും. കാരണം നെഗറ്റീവ് മാത്രമേ ആളുകൾ പറയുള്ളൂ. എല്ലാവരും എങ്ങനെ പറയുള്ളൂ, കല്യാണം ശരിയാണില്ല. ശരിയായാ പറയോ? പറയില്ല. മദ്രസ ഉണ്ടാകാത്തവർ ഉണ്ടായൊക്കെ ഉദ്ഘാടനം ആകുമ്പോൾ പിന്നെ നമ്മൾ അറിയില്ല. അത് അങ്ങനെ ഉസ്താദ് എങ്ങനെ ആണ് വന്ന മറ്റൊരു തങ്ങളായിരം വന്നപ്പോൾ ആണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ഇതിലാ നമുക്ക് വലിയ വിശ്വാസം. അപ്പൊ 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കാം. 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഈ വയല് കേൾക്കാൻ വന്ന ആളുകളാണ്. ഞാൻ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ സുബഹി കറക്റ്റ് നിസ്കരിച്ച ആളുകൾ എത്ര ആണെന്ന് കൈ പൊക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കണായി പൊക്കിയാൽ മതി. വാട്സപ്പിൽ പൊക്കണായി പൊക്കിയാൽ മതി. പൊക്കിയ ഉടനെ തന്നെ ഓൻ്റെ നഫ്സിനോട് ചോദിക്കണം, ഒരു ക്ലിക്കും കൂടി ചെയ്യാം, മൗസ് അടിച്ചവർ ഇന്നലെയോ. അതിന് ജവാബ് പറഞ്ഞാൽ പിന്നെ 3ാമതൊരു ക്ലിക്കും കൂടി അടിച്ച മിനിഞ്ഞാന്നോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫുലാന്റെ അനുഭവത്തിലേക്ക് നമ്മളെത്തും. അപ്പൊ 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കാം. ഇതാണ് ഒരു മനുഷ്യന്. നമ്മൾ ഉറൂസിന് സജീവാണ്, ഉറൂസിനൊക്കെ എല്ലായിടത്തും സജീവാണ്. ബദരീങ്ങൾ ആണ്ടിന് ഭയങ്കര സജീവാണ്, നിസ്കരിച്ചിട്ടല്ലേ. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പൊ 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കണം. ഇത് പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ. ആ മദ്രസ അൽഹംദുലില്ലാ നിലവിൽ വരണം. മദ്രസകൾ ഇല്ലാതിരുന്നാൽ ആ നാട്ടിലുള്ള ആപത്ത് എത്രയെന്ന് നിങ്ങൾക്ക് അറിയോ? വലിയ പ്രയാസങ്ങളാണ്. ഒരുപാട് ഗ്രാമങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. കർണാടകയിൽ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു പള്ളിയിൽ എത്തിപ്പെട്ടു. പള്ളിയിൽ എത്തിപ്പെട്ടതിന് ശേഷം പള്ളിയിലുള്ള ആളുകളോട് മദ്രസ തുടങ്ങാൻ വേണ്ടി ഏത് വയല് പറയണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച ആയപ്പോ ഒരാളിങ്ങനെ ഓടി വന്നു. ഒരാൾ ഓടി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എൻ്റെ പെങ്ങൾ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വരണം. സുബ്ഹാനല്ലാഹ്. മൗലൂദിന് വെച്ചാൽ വന്നല്ല, ശരിക്കും സാധിച്ചോളി. മൗലൂദിന് വെച്ചാൽ വന്നല്ല, മയ്യത്ത് കുളിപ്പിക്കാം. അപ്പം പറഞ്ഞു, പെണ്ണിൻ്റെ മയ്യത്ത് പെണ്ണും ആണിൻ്റെ മയ്യത്ത് ആണുമാണ് കുളിപ്പിക്കൽ, നിന്റെ പെങ്ങളെ മയ്യത്ത് എങ്ങനെ കുളിപ്പിക്കുക? അല്ല ഉസ്താദ് നിങ്ങളെന്നെ കുളിപ്പിക്കണം എന്നാണ്. പിന്നെ നമുക്കൊരു സംശയം, ഭാഷയിൽ വല്ല വ്യത്യാസം ഉണ്ടോ? എൻ്റെ പെങ്ങളെ പേരെന്ന് വെച്ചാൽ ഫാത്തിമ എന്നാണ്. അപ്പം അതിൽ വ്യത്യാസമൊന്നുമില്ല. റെഡിയാ? ഇയാൾ പിന്നെയും പറഞ്ഞു, അല്ലടാ എൻ്റെ അങ്ങനെ കുളിപ്പിക്കാൻ പറ്റൂല. അല്ല ഉസ്താദ് എങ്ങനെ കുളിപ്പിക്കണം? പിന്നെ നമുക്ക് തോന്നിയിട്ട് കുളിപ്പിക്കേണ്ടി വരും അവിടെ. കാരണം അപ്പം തന്നെ ആലോചിച്ച്, കാരണം കുളിപ്പിച്ച് വെച്ചതിന് മുമ്പ് വാട്സപ്പറ്റ് ഇറങ്ങോ? മൂപ്പർക്ക് വെസ്റ്റ് കോസ്റ്റ് ഒന്നും കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, മൂപ്പർ അങ്ങനെ പോയിക്കോളും. അങ്ങനെ വീണ്ടും എതിർത്തപ്പം ഇയാൾ പറയണം, 30 കൊല്ലമായിട്ട് ഇപ്പം ഇയാളെ ഉസ്താദെ കുളിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇവിടെ ഞങ്ങളെ ഉസ്താദാണ്, ഇയാളെ കുളിപ്പിച്ചിട്ടാണ്. അയാൾക്ക് 30 കൊല്ലമായിട്ട് കുളിപ്പം. പിന്നെ എന്താ ഇപ്പം നിങ്ങൾക്ക് കുളിപ്പിച്ചിട്ടില്ല? അയാൾക്ക് ഇപ്പോൾ ജോലിയില്ല, വേണമെങ്കിൽ ഇവിടെ സെതിറാക്കാം. പാമൂലർക്ക് ഇപ്പോൾ ജോലിയില്ലാക്കുകയാണ്, വേണമെങ്കിൽ ഇവിടെ സെതിറാക്കാം. ഇവിടെ അതിന് പറ്റിയൊരു ഷെഡുണ്ട് ഇവിടെ.
സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇയാളൊരു മൂല്യരൊന്നല്ല. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ്, ഈ ആളുകളെ കൂട്ടത്തിൽ ഒരാള് തൊപ്പി അങ്ങോട്ട് ഇട്ടപ്പോൾ ഇവനായി വലിയ ഇമാമ്. ഓന് പിന്നെ 4 മദ്ഹബ് ഓനെ കൈകാര്യം ചെയ്യും. പൊന്മുള സ്ഥാനത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. 4 മദ്ഹബ് മൂപ്പര് കൈകാര്യം ചെയ്യും. ഇവനാണ് അവിടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അവന്റെ ഭാര്യയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഭാര്യക്ക് മയ്യത്ത് കുളിപ്പിക്കാനുള്ള രൂപം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ സുബ്ഹാനല്ലാഹ്, പിന്നെ ഞങ്ങള് അവിടെ നിന്ന് ഖബർസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇവിടെ എങ്ങനെയാണ് ഖബർസ്ഥാനിൽ എന്തൊക്കെ കലാപരിപാടിയാണ് നടക്കുന്നത്, അതായില്ല വേറെ രസം. അവിടെ ചെന്ന ഒരൊറ്റ കുഴി ഇങ്ങനെ കുത്തിയേക്കാം. ഒറ്റ കുഴി, താഴെ ഒരു കുഴിയൊന്നുമില്ല. മേക്കബർ കീ കബർ ഇവിടെ പറയലുണ്ട്. അങ്ങനെ 2 കുഴി ഇല്ലേ ഉണ്ട്. അതിനെന്താ പേര് പറയാ? തായ് കബറും അതാ പോലെ ഉണ്ടാക്കുകൊണ്ട് മേലക്കബറും തായ് കബറും പിന്നെ മേയ് കബറും എന്ന് പറയണം. ഞങ്ങളാണ് ഇവിടെ എറണാകുളത്തൂടെ അങ്ങോട്ട് പോയി ഇരിട്ടിയുടെ ഒരു ബോർഡറിലെത്തിയാൽ തള്ളക്കബറ് പിള്ളക്കബറ് എന്നാ പറയാ. ഇങ്ങളത് പുതിയ വാസാണ്. ഇന്നിപ്പോ ഇന്നുണ്ടാക്കിയോണ്ട് സ്റ്റേജും വന്ന് ഷവറിന്റെ ആളുകൾ ഉള്ളതാണല്ലോ, പേരെന്തും പാസ്സാവും. സുബ്ഹാനല്ലാഹ്, തായ് കബറാണല്ലോ ഇവിടെ. മേയ് കബർ എന്ന് ഞാൻ അതിനെ ഒപ്പിച്ചു ആക്കി. എന്നാൽ ഇതൊന്നും പരിചയമില്ലാത്ത ആളുകളാ തോന്നുന്നു ഇവിടെ കുത്തിരിക്കണോലെ. ഇടക്കൊന്ന് പോകണമെന്നല്ല കബറിനൊപ്പം. ബാപ്പ മരിക്കുമ്പോൾ മാത്രം കബറിനൊപ്പം പോകാൻ നിൽക്കണ്ട, മയ്യത്തിനൊപ്പം പോയി ഇവിടെ നിൽക്കുന്ന ഒന്ന് പോയി കാണണമെന്നല്ല. ഇവിടെ എന്തൊക്കെ കലാപരിപാടി എന്നറിയാൻ അറിയണ്ടേ. നാളൊരു ചങ്ങായി ഒരൊറ്റ മയ്യത്തിനൊപ്പം പോയില്ല. ഓൻ്റെ ബാപ്പ മരിച്ചപ്പോൾ പോകാൻ പറ്റൂലല്ലോ. ഓൻ പോയപ്പോ ഇവിടെ ചെന്ന് നോക്കുമ്പോ ഈ തായ് കബറിൻ്റെ അവള് മേലെ നിന്നിട്ട് താഴോട്ട് ഇറക്കി ഒക്കെ 3 ആളാണല്ലോ ആ മയ്യത്ത് പിടിച്ചു വെക്കല്. ഒരാൾ തലന്റെ ഭാഗത്തും ഒരാള് കാലിന്റെ ഭാഗത്തും, പിന്നെ നടുക്കാണ് ഈ കബർ കുത്തുന ചങ്ങായി. ഓനെ പ്രാക്ടീസ് ആള്, ഓനാണ്ട് കയ്യിലാ പുറത്തുള്ളത്. അങ്ങനെ ആ തോർത്തുകൊണ്ടൊക്കെ ഒന്ന് കെട്ടി മുറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തിയ കബർ മയ്യത്ത് ഇങ്ങനെ എടുത്തപ്പോൾ ഈ കെട്ടങ്ങ് കഴിഞ്ഞ്, ഈ മുഅല്ലിമിന്റെ കെട്ടൺ കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് നടുക്ക് നിൽക്കണ ഈ ഫുലാന്റെ കെട്ടൺ കഴിഞ്ഞപ്പോൾ മയ്യത്ത് ഒരൊറ്റ ചാട്ടാ കബർക്ക്. പിന്നെ മറ്റൊരിടത്ത് പുറത്തല്ല. അതിൽ ഈ മക്കളും കിട്ടി ചൂടായില്ല. അപ്പൊ ആദ്യമായിട്ട് പോവാ ബാപ്പാന്റെ വയ്യത്. എന്താടെ ചെങ്ങൈ ഹമുക്ക ഇന്റെ ബാപ്പാനജി കാട്ടണേ, ഇന്റെ ബാപ്പാനജി എന്ത് കബർക്ക് ഇട ചെയ്ത്. പക്ഷെ ഈ കബർ കുത്തുന്ന ആള് നല്ല പ്രാക്ടിക്കലുള്ള ആളാണ്. ഇയാള് പറഞ്ഞ് അന്റെ ബാപ്പ സ്വർഗം കണ്ട് ചാടണേ, ഞാൻ എന്താ ചങ്ങായി കാട്ടണേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ കുഞ്ഞാപ്പത് വിശ്വസിച്ച് 5000 സാധാരണ കൂലി എടുക്കുക, 10 ഉറുപ്പ്യ എടുത്ത്. കാരണം സ്വർഗത്തുക്കാണല്ലോ വെച്ചേ. ഈ ഒരു അബദ്ധം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇടക്കൊന്ന് പോയി നോക്കണമല്ല, ബാപ്പാനൊപ്പം മാത്രം പുടരാൻ നിൽക്കണ്ട. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഇവിടെ ഒരൊറ്റ കുഴിയെ കുഴിച്ചിട്ടുള്ളൂ. ആ കുഴിയിലേക്ക് ഈ മയ്യത്തിനെ വെക്കുന്നു. മയ്യത്തിന്റെ മുകളിലേക്ക് പൂച്ചയെ കുഴിച്ചിടുന്നത് പോലെ മണ്ണുങ്ങളിങ്ങനെ മാറി വാരിയിടുന്നു. അത് കണ്ടപ്പോൾ ചോദിച്ചു, കൂട്ടുകാരെ, ഇതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ? പൂച്ചയെ പോലെ നിങ്ങൾ ചെയ്യുന്നു. മൂടുകല്ലുകളൊന്നും വെച്ചില്ലല്ലോ. താഴെ കബറും മേലെ കബറും ഒന്നുമില്ല, തള്ളക്കബറും പിള്ളക്കബറും ഒന്നുമില്ല. നേരെ മണ്ണിട്ടപ്പോൾ അവരോട് ചോദിച്ചപ്പോ മറുപടി, ഉസ്താദേ, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഇനി മണ്ണിലേക്ക് തന്നെ പോവട്ടെ. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് പുറപ്പെടിച്ച ഇവിടെ ഓലുള്ള. കാരണം ഇനി മണ്ണ് തട്ടാതിരുന്ന സ്വർഗം കിട്ടൂല എന്നുള്ളടത്ത് അവരെത്തിയത്. ഈ അബദ്ധങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? മദ്രസ ഇല്ലാത്തതുകൊണ്ടാണ്. മദ്രസയുടെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് മദ്രസകൾ നല്ല ഉഷാറാവണം. ഹൈടെക് മദ്രസകൾ ഉയർന്നു വരണം. നല്ല കെട്ടിടങ്ങളാവണം. സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിലവിൽ വരണം ഇൻഷാ അല്ലാഹ്. അതുപോലെയുള്ള മദ്രസകൾ 313 മദ്രസകൾ ഉണ്ടാക്കണമെന്ന നല്ല ലക്ഷ്യത്തോടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ 202ാമത്തെ മദ്രസ അൽഹംദുലില്ലാഹ് പയ്യന്നൂരിൽ ഹാജിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ് തുടക്കം കുറിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരാ,
അതുകൊണ്ട് മദ്രസയാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവം. അവിടുന്ന് അലിഫ് പഠിച്ചത് അല്ലാഹു എന്ന് ഉച്ചരിക്കുന്നു, ബാഗ് പഠിച്ച് ബിസ്മി എന്ന് ചൊല്ലുന്നു, അലിഫും ബാവും ചേർത്തുകൊണ്ട് ഖുർആൻ ഓതുന്നു. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ഇശ നിസ്കരിച്ചപ്പോൾ മഗ്രിബ് നിസ്കരിച്ചപ്പോൾ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. എവിടുന്ന് പഠിച്ചതാ? മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. എല്ലാം മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. ഈ ഇരിക്കുന്ന ഉസ്താദുമാർ മുഴുവനും പഠിച്ചെടുത്ത മദ്രസയിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. പള്ളി ദർസിൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി പഠിപ്പിക്കുന്ന നേരല്ല, അലിഫും ബാവും പഠിപ്പിക്കുന്ന നേരല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് സുന്ദരമായ ഒരു കെട്ടിടം ഉണ്ടാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.